ചുറ്റി വരിയുന്നതിനെ അലട്ടാൻ അനുവദിക്കരുത്. പൗലോസ് മെലീത്ത ദ്വീപിലെത്തി. പൗലോസ് മെലീത്ത ദ്വീപിലെത്തുമ്പോൾ അവിടെ ശൈത്യകാലമാണ്. ബർബരന്മാർ വിറക് കൂട്ടി തീയിട്ട് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. പൗലോസ് അവരുടെ അരികിലേക്ക് ചെന്ന് ഒരു വിറക് കഷ്ണമെടുത്ത് ആ തീക്കൂട്ടത്തിനകത്തോട്ടിട്ടു. തീക്കൂട്ടത്തിനകത്തേക്ക് പൗലോസ് വിറക് കഷ്ണമിട്ടപ്പോൾ അതിൽ ചുറ്റി വളഞ്ഞിരുന്ന ഒരണലി പുറത്ത് ചാടി പൗലോസിന്റെ കയ്യിൽ ചുറ്റി. ബർബരന്മാർ വിറക് കഷ്ണം പറക്കിയപ്പോഴോ വിറക് കഷ്ണം കൂട്ടി തീ കായാൻ ആരംഭിച്ചപ്പോഴോ ചുറ്റി വരിഞ്ഞിരുന്ന അണലിയാണ്. ഈ അണലി ബർബരന്മാർ വിറകിട്ടപ്പോഴോ തീ കാഞ്ഞപ്പോഴോ ഒന്ന് അനങ്ങുകയോ ഒന്ന് തലപൊക്കി നോക്കുകയോ ചെയ്തില്ല. പക്ഷേ പൗലോസ് അഭിഷേകമുള്ളവൻ, ദൈവകൃപയുള്ളവൻ, ഒരു വിറക് കഷ്ണം എടുത്തിട്ടപ്പോൾ ഈ അണലി പുറത്ത് ചാടി പൗലോസിന്റെ കയ്യിൽ ചുറ്റി. അതിനർത്ഥം അഭിഷേകമുള്ളവൻ അകത്തു വരുമ്പം, കൃപയുള്ളവൻ അകത്തു വരുമ്പം വിഷം ചീറ്റുന്നതിന് അകത്തിരിക്കാൻ കഴിയുകയില്ല. വിഷം ചീറ്റുന്നവൻ പുറത്തു ചാടി. അത് പൗലോസിന്റെ കൈമേൽ ചുറ്റി. പൗലോസിന്റെ കയ്യിൽ ചുറ്റിയപ്പോൾ ചുറ്റുമുള്ള ബർബരന്മാർ പറഞ്ഞു, ഇവൻ പാപം ചെയ്തവൻ, ഇവൻ തെറ്റുകാരൻ, അതുകൊണ്ടാണ് ഇവന്റെ കയ്യിലേക്ക് അണലി ചുറ്റിയത്. ചുറ്റിയ അണലി തന്റെ ശരീരത്തിന് ഹാനി വരുത്തുന്നതിന് മുൻപ് പൗലോസ് അതിനെ കുടഞ്ഞു കളയുകയാണ്. തീയിൽ നിന്ന് ചാടി തന്നെ പുറത്ത് ചാടിച്ച പൗലോസിന്റെ കയ്യിലേക്ക് ചുറ്റി വരിഞ്ഞ അണലിയെ ആ തീയിലേക്ക് ആത്മാവിൽ കുടഞ്ഞു കളയുകയാണ് പൗലോസ് ചെയ്തത്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചുറ്റി വരിയുന്നതിനെ നമുക്ക് ഹാനി വരുത്താൻ ഇടയാകുന്നതിന് മുൻപ് ആത്മാവിൽ കുടഞ്ഞു കളയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആത്മീക ജീവിതത്തെ, നമ്മുടെ ഭൗതിക മേഖലയെ, നമ്മുടെ കൃപയെ നശിപ്പിക്കാൻ നമ്മുടെ മേൽ ചുറ്റി വരിയുന്നതിനെ നമ്മുടെ കൃപ ചോർത്തുന്നതിന് മുൻപ് കുടഞ്ഞു കളയാൻ, ആ വിഷയത്തിൽ നമുക്ക് ഹാനി വരുത്തുന്നതിന് മുൻപ് കുടഞ്ഞു കളയാൻ ആത്മാവിൽ തയ്യാറാകപ്പെടുന്ന അഭിഷക്തന്മാരായും ദൈവവൈതലുകളായും നമുക്ക് മാറാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.